ഗ്യാങ്സൊക്കെ ഓർമ്മയുണ്ടോ ചോദിക്കാ. അതെ സത്യം. സത്യം അപ്പാപ്പന്റെ അടുത്ത് പറയണം. മൾട്ടി യൂണിവേഴ്സ് ഒന്ന് എനിക്ക് ഇനി അപ്പാപ്പന്റെ അടുത്തൊരു സത്യം പറയണം. എന്താണ് പിന്നെ? പണ്ട് KVL വച്ചിരുന്ന 7000 മീൻ അടിച്ചോണ്ടോ ഞാനാ. അതെ ഞാനാണത്. അവരിപ്പോഴും അതിനായിട്ട് തെരഞ്ഞെടുക്കണം, മനസ്സിലായോ? രണ്ടുപേരെ വലിയ കഥയാണത്. അത് വലിയൊരു കഥയാണത്. അറിയാമോ വാസുണ്ണനത്? ഇല്ല. വാസുണ്ണൻ ഞാനാണെങ്കിൽ ഇവര് മീൻ പിടിക്കുന്ന സ്ഥലത്തോട് പോവാൻ ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ. അവിടെ കാറ് വഴിയേ വരാൻ പറ്റൂ. അപ്പൊ ഞാനാണെങ്കിൽ ഒരു മലയിൽ പൊത്തെടുത്ത് ചാടി വന്ന് വെള്ളത്തിൽ വീണു. പറന്ന് വന്ന് വെള്ളത്തിൽ വീണു. നീന്തി കയറിയപ്പോ ഇവരെ വണ്ടിയും സാധനവും ഇരിക്കണം. ഞാൻ എടുത്ത് പോക്കറ്റ് വെച്ച് തിരിച്ചതൊരു ചാടി പെങ്ങ് പോയി. എന്നിട്ട് ഇവര് അവിടെ മുഴുവൻ തപ്പണം. അവിടെ വണ്ടിയിൽ വന്നാൽ കാണാൻ പറ്റും. വണ്ടിയിലല്ല വന്നത്, പറന്ന് പറന്ന സാധനം എടുത്തോണ്ട് തിരിച്ചു വരും. ഞാൻ തിരിച്ചു കൊടുത്തു. പക്ഷെ എന്നാലും ചന്ദ്ര ഒരു ഈശ്വര പ്രാർത്ഥന അപ്പാപ്പന് വേണ്ടി ഒരു പ്രത്യേക ഈശ്വര പ്രാർത്ഥന. ചന്ദ്ര ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ തന്നെ വേണോ വാസവന്റെ? പിന്നെ ചന്ദ്രൻ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തോടെ ചെയ്യണ ഒരാളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഗ്യാങ്ങിലോട്ടാണ് അപ്പാപ്പ ഇപ്പൊ എത്തിയത്. നൈസ്. സകലകോടി ദൈവങ്ങളായ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ദൈവമേ ഇവിടെയുള്ള എല്ലാവരെയും കാത്തുകൊള്ളണേ. ഇന്ന് തൊട്ട് നമ്മുടെ അടച്ചു കിടക്കുന്ന നമ്മുടെ മുറി തിരി തെളിയിക്കാനും എല്ലാരെയും വലത് കാല് പിടിച്ച് കയറ്റാനും നമ്മുടെ കുടുംബത്തിലൊരു അംഗമായും കുടുംബിനിയായും ഒരാൾ വന്നിട്ടുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കയറുവാണ്. എന്നാലും എത്ര വയസ്സുണ്ട് അപ്പൊ ഇതുവരെ ചോദിച്ചിട്ടില്ല. അയ്യോ ഓൾഡ് ഏജ് കൂടിയാണ്. അപ്പാപ്പൻ വന്ന കൂട്ടത്തില് ഇവിടെ രക്ഷപ്പെട്ട ആശ്വാസമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ മെന്നിയാണ്. കാരണം കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആളെന്ന് പറഞ്ഞു പ്രായ ആളെന്നുള്ള പറഞ്ഞു കളിയാക്കിക്കൊണ്ടിരുന്നത് മെന്നിയാണ്. അപ്പാപ്പ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ അണ്ണ ഇതിന്റെ ഒരു ഓൾഡേജ് ഹോം കൂടിയാണ്. ഇനി സത്യം ഇതൊരു ഓൾഡേജ് ഹോമായപ്പോ മെന്നി സ്പ്രേ ഇത് മറ്റേ കേക്കണുണ്ടാവും ജോക്കി. എടാ ഇതിനകത്ത് ഈ മുടി ആരുടെ? മാഡിയുടെ ആണോ സാവേജിന്റെ ആണോ? ഈ ചുരുണ്ട മുടി അത് കിണ്ടി, ഇത് സാവേജ്. നിങ്ങൾ രണ്ടും എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകണം എപ്പോഴും. ഇവനെ മന്ദാർച്ച സ്നൈപ്പിനെയൊക്കെ പിന്നെ കണ്ടാ അറിയാം. സ്നൈപ്പിന് പിന്നെ അല്ലാതെ സ്നൈപ്പിന് ഈയിടയ്ക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ മുഖത്തിന്. നേരത്തെ മുഖമല്ല. പിന്നെ എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഒരു മാറ്റം? ഇവന്റെ മുടി തന്നെ ധാരാളം ഇവനെ കണ്ടുപിടിക്കാൻ. പിന്നെ അവൻ വാ തുറന്നാ മതിയല്ലോ. കെവിൻ എന്ത് ചെയ്യാ? അവൻ എന്ത് ചെയ്യ? എടാ കെവിൻ പോയോ? നിനക്ക് ലോഡ് ആവത്തില്ല. നിനക്ക് അനിയൻ മൗസ് പിടിച്ചിരിക്കുമ്പോ എങ്ങനെയാണ് ലോഡ് ആവുന്നത്? ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ഓഫ് 2025. അപ്പൊ ഗൈസ്, അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ റേഡിയോ പറഞ്ഞ കേൾക്കാലോ നിങ്ങൾക്കല്ലോ? ഹലോ. അപ്പൊ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അപ്പാപ്പൻ ആക്ച്വലി ഒരു എന്താ പറയാ, നമ്മുടെയൊക്കെ കേൾക്കാൻ മൂത്തൊരാളും പ്രായത്തിന് മൂത്തൊരാളും ആയതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും അപ്പാപ്പന് കൊടുക്കണം. കാരണം നിങ്ങൾ ചാടിക്കേറി എനിക്ക് മെയിൻ പേടി ഇവനെയൊക്കെയാണ്. നമ്മുടെ ഈ തൃശ്ശൂർ ഗഡിയൊക്കെ അവനൊക്കെ ചാടിക്കേറി ഗഡി എന്നൊക്കെ പറഞ്ഞ് തോളത്ത് കൈയൊക്കെ ഇടാൻ വരും. അപ്പം അവനെയൊക്കെ ഒന്ന് നോക്കിക്കോണം.
അപ്പൊ ഒരു റെസ്പെക്ട് ഒക്കെ കൊടുത്ത് സംസാരിക്കുക എല്ലാരും സംസാരിക്കുന്ന സമയത്ത്. സോ അപ്പൊ പാപ്പാപ്പന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയോ. പറയണ്ട. അടുത്തിരുന്നോ ഇങ്ങ് പോയി. അല്ല കേൾക്കാം, എന്റെ ശബ്ദം വെളിയിലോട്ട് വരുന്നുണ്ടോ? ആ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നേ ഉള്ളൂ, എന്നാലും വെളിയിലോട്ട് വരുന്നു. ആ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വാസുവിനെ അപ്പം വിളിച്ചതിലും നന്ദി. രണ്ടാമത് എന്താണ് വാസുമോൻ എന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാനപ്പോ വാസുമോൻ ഒരു വാക്കും തന്നിട്ടുണ്ട്. അപ്പം അത് ഉടനെ തന്നെ നമുക്ക് നടത്തിക്കണം. അതെ പുള്ളി സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? കുറച്ച് ഫ്രണ്ടിലോട്ട് എന്നാലേ കേൾക്കത്തുള്ളൂ. ഫ്രണ്ടിലോട്ട് നിൽക്കേ. ആ അപ്പൊ എന്തെങ്കിലും പറ. അപ്പൊ എത്ര നേരം ഇരിക്കണം കേക്കാൻ? അപ്പാപ്പന്റെ വോയിസ് ബ്രേക്ക് ആണ്. വോയിസ് ബ്രേക്ക് ആണ്. ആ വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്. സിറ്റിയിലെ പിങ് ഭയങ്കര കൂടുതലാണ്. 189 ഒക്കെ ആണ് പിങ്. PLO 7 ആയി. പോയെല്ലാരും പോയെന്ന് ഹലോ 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 റേഡിയോ നോക്ക്. റേഡിയോയിലോ അപ്പൊ 81 റേഡിയോയില് ഇപ്പൊ വോയിസ് ക്ലിയർ ആയോ? കാണുന്നില്ല. ആ വോയിസ് റെഡി. എനിക്കൊന്ന് എന്റെ വലക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. എനിക്ക് മൊത്തം ലോഡിങ്ങാ, അതിന്റെ പ്രശ്നമായിരിക്കും. ആണല്ലേ, വലക്ക് പ്രശ്നമുണ്ടല്ലേ. ആ ഓക്കെ. ആ പറഞ്ഞോ പറഞ്ഞേ. അല്ല അപ്പം പറഞ്ഞു, നമ്മളിങ്ങനെ വരുന്ന സമയത്ത് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഇതുണ്ടാവും, എപ്പോഴും ചെയ്യിക്കണതാ. അപ്പൊ അപ്പാപ്പന്റെ സൈഡ് പറഞ്ഞോ. എന്റെ സൈഡ് പറയുവാണെങ്കിൽ ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പിലോട്ട് സഞ്ചരിക്കേണ്ടി വരും. സഞ്ചരിച്ചോ അപ്പാപ്പൻ ഇനഫ് ടൈം ഉണ്ട്. ആണല്ലേ? അങ്ങനെ സഞ്ചരിക്കുവാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ ചന്ദ്രബോസ് പന്തല് ചന്ദ്രനായിരുന്നു. ഹായ്, നമസ്കാരം. വേസ്റ്റ് ഡിസിഷൻ എവർ. അതൊക്കെ ബ്രോക്ക് മാറും. അതേപോലെ ഓ വീണ്ടും പോയേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാരും ഒന്ന് ഡിസ്കോഡ് കണക്ട് ചെയ്യോ. ഡിസ്കോഡ് കണക്ട് ചെയ്യോ. ഡിസ്കോഡ് ഞാൻ ഇത് ചെയ്യട്ടെ. എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം ഗൈസ്. വന്ന് ചോദിച്ചോടാ. നിങ്ങളെ പറയണ ഒന്നും എനിക്ക് കേട്ടൂടായിരുന്നു അപ്പാപ്പ. നന്നായില്ലേ? ഞാൻ പറഞ്ഞു വന്നത് 3-4 കൊല്ലങ്ങൾക്ക് മുമ്പോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് അന്ന് പന്തചന്ദ്രൻ എന്ന് പറയുന്നത്, അല്ല ചന്ദ്രൻ എന്ന് പറയുന്നത് പന്തചന്ദ്രൻ, അത് കേട്ടല്ലോ അല്ലേ? അതേപോലെ വീണ്ടും വാസുവിനെ പറയണോ? അത് എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് വഴിവെട്ടിക്കോണ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന വാസമാരിയാണ് എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത്. മലമുകളിൽ നിന്ന് വഴിവെട്ടി ഓടിയത്. അതെ, ഓർമ്മയുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, നല്ല നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇനിയും എല്ലാവർക്കും ഒരുമിച്ച് അതേപോലെയുള്ള ഇനിയും നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ. നിക്കറില്ല അപ്പൊ തന്നെ. ചൂട് ഭയങ്കര ചൂട്. സോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ടൈമില് നമുക്ക് ഇനി അങ്ങോട്ട്, അതായത് നമ്മളെ അപ്പാപ്പനെ ഇവിടെ എടുത്തേക്കുന്നത് അടിക്കാൻ വേണ്ടിയിട്ടും ഗൺ പവർ ഒന്നും അല്ല നമ്മളെ അപ്പാപ്പനെ എടുത്തേക്കണേ. സോ അപ്പാപ്പന് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പാപ്പന് കുറെ നല്ല സംസാരിക്കാനാണെങ്കിലും RP കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ല കുറച്ച് ഐഡിയാസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗ്യാങ്ങിന്റെ മെയിനായിട്ട് ഞാൻ മെയിൻലി നോക്കിയൊരു മെയിൻ കാര്യം അതാണ്. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് കുറച്ച് നാളായിട്ട് വളരെ കുറവാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് എൻഗേജ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്കറിയാം ഇനി തൊട്ട്
ഇത് അപ്പാപ്പൻ സെർവറിന്റെ ഒരു 1 ഓഫ് ദ ഓണർ ആണെന്ന് അറിയാം. ഇനിയിപ്പം നമുക്ക് വാർച്ചാറ്റിലൊക്കെ കൊണയടിക്കാം നമ്മുടെ സെർവറിന്ന്. ഞാൻ വേറെ ആരും വേണം നിന്റെ അടുത്തൊക്കെ എല്ലാ അമ്മടുത്ത് ഇങ്ങനെ സെർവർ അഡ്മിൻ ആണെന്ന് വിചാരിച്ച് എന്തെങ്കിലും പോക്കൃത്തരം നീയൊക്കെ കാണിച്ചിട്ട് അവിടെ പോയിരുന്ന് വർത്താനം പറയരുത്. അത് ഞാൻ ഇപ്പോഴേ പറയാൻ കേട്ടാ. ചന്ദ്രൻ കാട്ടണോക്കെ ചന്ദ്ര അങ്ങനെ അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് നാള് ഒരുമിച്ച് മുന്നോട്ട് പോവാം. നല്ല കുറെ കാര്യങ്ങൾ, നല്ല അടിയും വഴക്കും ബഹളവും സംസാരവും സിറ്റുവേഷനും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോവാം. ആൻഡ് അപ്പാപ്പ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അല്ല, ഒരു കാര്യം എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. KV മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു ബിഗ് താങ്ക് യു. അവിടെ നമ്മള് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും അതില് പോയിട്ട് വാ എന്നുള്ളൊരു അപ്രോച്ചിൽ നിന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ. എക്സ്പെഷ്യലി സുമതിയമ്മായി, പിന്നെ ഞാൻ പറയാണ് മെയിനായിട്ട് സുമതിയമ്മായി, ഹിറ്റ്മാൻ, അവരെല്ലാം മെയിൻലി ഇപ്പം KV ഏറ്റെടുത്ത് നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം കറന്റ്ലി കാർലോ കുറച്ചുള്ള ഡിനെക്റ്റീവ് അല്ലായിരുന്നോ? അപ്പോൾ ആ ഒരു ടൈമിലാണെങ്കിലും ഇവരെല്ലാം അങ്ങനെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഇതിൽ വന്നപ്പം വേറൊരു ബാഡ് സെൻസിൽ എടുക്കാതെ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ അടുത്ത് തന്നെ അവരുടെ അടുത്തൊക്കെ ഒരു KVയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെ അടുത്തും ഒരു പ്രത്യേക താങ്ക് യു സോ മച്ച് അങ്ങനത്തെ ഒരു സെൻസിൽ എടുത്തതിന്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു കളി കളിക്കാം. ഈ കളിയുടെ പേര് കൊക്ക. ഇത് അപ്പാപ്പന് മാത്രമാണ്. അപ്പാപ്പ ഈ പേര് കൊക്ക. ഞാൻ ലൈൻ്റെ കൂടെ കളിക്കണായിരുന്നു പറഞ്ഞു. അപ്പാപ്പൻ ഒരു കൊക്കയില് പെട്ട് നിൽക്കുകയാണ്. കൊക്കയില് മനസ്സിലായോ? അപ്പാപ്പന് 2 കയ്യില് 2 പേര് പിടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അപ്പാപ്പന് ഒരാളെ രക്ഷിക്കാൻ പറ്റൂ. 2 കയ്യിൽ 2 പേര് പിടിച്ചു തൂങ്ങി കിടക്കുകയാണ്. പക്ഷെ ഒരാളെ രക്ഷാൻ പറ്റും. 2 പേരെ ഞാൻ രക്ഷിക്കും. എന്റെ മനസ്സ് വലിയ സാധനമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൊക്കയുടെ നിയമം, കൊക്കയ്ക്ക് ഒരു പ്രത്യേക ഒരു നിയമമുണ്ട്. ഒരിക്കലും വീട്ടുകാരെ വെച്ച് പറയാൻ പറ്റൂല. അച്ഛൻ അമ്മയൊന്നും വെക്കാൻ പറ്റൂല. ശരി. അപ്പൊ ഒരു കയ്യില് സുമതി അമ്മായി, ഒരു കയ്യില് ചന്ദ്രൻ. ആരെ കളയും? ഒരാളെ രക്ഷിക്കാം. അതുറപ്പല്ലേ വേണ്ടി എന്ത് പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പാപ്പൻ വാ കൊണ്ട് പറയണം. ചന്ദ്രനെ വിട്ടിട്ട് പറയും സുമതി പിടിച്ചോ എന്ന് പറയും. അപ്പൊ സുമതി ചെയ്യും. കുറച്ച് ടഫാണ്. എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല കോട്ടെ. അടുത്ത കുറച്ച് ടഫാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കയ്യില് നീലൻ, മറ്റേ കയ്യില് ഹിറ്റ്മാൻ. വെന്നി, നീ ആദ്യത്തെ ദിവസം തമ്മിലടിപ്പിക്കുക. അല്ല അണ്ണ, നല്ല ഗുണത്തല്ല കളിയല്ലേ. നേരത്തെ പറഞ്ഞ അതേ സെറ്റപ്പ്. ഒരാളെ വിട്ടിട്ട് മറ്റാളോട് പിടിച്ചോന്ന് പറയും. പറഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞായിരുന്നു. വെന്നി പറഞ്ഞ എന്താ, ഒരാളെ വിടണം, മറ്റാളെ പിടിക്കാൻ പറയാൻ പാടില്ല എന്നോട് പറഞ്ഞില്ലല്ലോ. വെന്നി, എനിക്ക് വേറെ ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ അവസാനം ഒരു ചോദ്യം ചോദിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അടുത്തത് ഒരു കയ്യില് കാർലോ, മറ്റേ കയ്യില് വാസു. അതൊന്നും പറ്റൂല. എവിടെയാണ് കൂറ നോക്കട്ടെ പറയണം. നന്നായി, വളരെയധികം നല്ലൊരു കാര്യം. സോറി, കേൾക്കുന്നില്ല. ചത്തുകൊണ്ടാന്ന് എനിക്ക് കേൾക്കുന്നില്ല. ഹലോ, പറയുന്നുണ്ട്. ഹലോ മെന്നി, ഹലോ കേൾക്കുന്നില്ല. മെന്നി, ഹലോ. കൊണ്ടുപോണ ഹലോ, കൂററിയണം, കൂറ്. സോറി, കേൾക്കുന്നില്ല. മെന്നി ദൂരോട്ട് പോയി. ശ്രീരാമ, താങ്ക് യു സോ മച്ച്. ഞാൻ സജഷൻ പറയട്ടെ, ഇതുപോലുള്ള കൊലങ്കലികളെ നമ്മൾ ആദ്യമേ എടുത്ത് കളയേണ്ടത്. അല്ല, വേറെ കാര്യം പറയട്ടെ. ഇവിടെ ടിവിയില് ഓഡിയൻസ് ഒരേ സ്വരത്തിൽ പറയണ കേട്ടാ. അപ്പൊ ചാനലിൽ നിന്ന് എന്നെ ഒന്ന് അൺബ്ലോക്ക് ആക്കോ, തള്ളക്കി വിളിച്ച് ബാൻ കിട്ടിയത്. എല്ലാരും മാറ്റിയല്ലോ. അതൊക്കെ എന്താ മാറ്റി? നിങ്ങൾ കൊറേ പേർക്ക് അവിടെ ബാനാന്ന് എനിക്കറിയാം. ചന്ദ്രൻ എന്നെ ബാത്റൂമിൽ കൊണ്ട് വൃത്തിയോടാണെങ്കിൽ ആരെ രക്ഷിക്കണേ.
എന്തൊക്കെയാണല്ലേ ദൈവമേ സൗണ്ട് പറയാ എടാ അതല്ല അത് ബ്രാവയുടെ നെറ്റ് കംപ്ലൈന്റ് അപ്പാപ്പന്റെ നെറ്റ് കംപ്ലൈന്റ് അതാണ് വല ഇതാക്കി ഇടക്കിടക്ക് വിട്ടു പോകുന്നുണ്ട് പ്ലസ് അടിക്കട്ടെ എന്നാ